ഹലോ DNDG വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ധ്രുവിക്കുട്ടൻ്റെ പിറന്നാൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് കേട്ടോ നിങ്ങളുമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും കുഞ്ഞും ഒരേപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി നടക്കുന്നത്. അതിനുവേണ്ടി അവൻ്റെ പിറന്നാളായിട്ട് ഞാൻ രണ്ടാൾക്കും ചൂസ് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് ഇതാണ് കേട്ടോ. എനിക്കത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി, ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ ഈ പിറന്നാളിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണെങ്കിൽ ശരിക്കും എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങൾ ബർത്ത്ഡേ മാത്രമേ സെലിബ്രേറ്റ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ ഏട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ പിറന്നാളിനൊക്കെ ഇത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബർത്ത്ഡേയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യാൻ ഞാൻ ഒരുപാട് ലേറ്റായത് എന്താണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിരുന്നു. ആ വീക്ക് ഫുള്ള് ഞങ്ങൾക്ക് മൂന്നാൾക്കും പനിയൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റ് ടൈമിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും പോസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത്. പിന്നെ ഈ പിറന്നാൾ വിശേഷം പറയാനാണെങ്കിൽ ധ്രുവിക്കുട്ടൻ്റെ പിറന്നാൾ ഞങ്ങൾ ശരിക്കും സെലിബ്രേറ്റ് ചെയ്തത് 9th ഓഗസ്റ്റ്, അതായത് അവൻ്റെ നക്ഷത്രം തിരുവോണമാണ്. അന്നത്തെ ദിവസം പിള്ളേരോണം കൂടി ആയതുകൊണ്ട് അമ്പലത്തിൽ ഒരുപാട് കുഞ്ഞു കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അവന് വേണ്ടി കുറേ നേരം പ്രാർത്ഥിച്ചു. എനിക്ക് പള്ളിയിലൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അന്ന് വർക്കിംഗ് ആയതുകൊണ്ട് വിഷ്ണു ഏട്ടന് നേരത്തെ പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ മാത്രം പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു. പായസം മാത്രം റെഡിയായാൽ മതിയായിരുന്നു, ബാക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ സാറ്റർഡേയും സൺഡേ ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാറുള്ളൂ കേട്ടോ. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാൻ പോലും നമുക്ക് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശേഷമൊക്കെ നമുക്ക് ശനിയും ഞായറുമൊക്കെ വരാനാണ് ഞങ്ങളും ഒരുപാട് ആഗ്രഹിക്കുന്നത്. പിന്നെ ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അവനൊരു ചെറിയ ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു കേട്ടോ. അതിൻ്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബർത്ത്ഡേയുടെ കറക്റ്റ് ഡേയിൽ ഏട്ടനൊന്നും അവന് വാങ്ങിക്കൊടുക്കാനൊന്നും പറ്റിയില്ല. നല്ല പനിയായി, ആൾ നല്ല കിടപ്പായി പോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ചെറുതായിട്ടൊന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചെറിയ ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. പിന്നെ സദ്യ വീട്ടും ഇവിടെ റെഡിയാണ് കേട്ടോ. സാമ്പാർ, അവിയൽ, തോരൻ, ഇഞ്ചിക്കറി, പുളിശ്ശേരി, അങ്ങനെ സകലവിധ ഐറ്റംസും ഞങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടി പോവാം. പിറന്നാൾ കുട്ടനാണ് സദ്യ വിളമ്പാൻ വേണ്ടി കയറിയിരിക്കുന്നത്. ഇവിടെ കുഞ്ഞിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ശരിക്കും അവന് ഈ കഴിക്കുന്നതിനേക്കാളും ഇൻട്രസ്റ്റ് ഇതേപോലെ ഫുഡൊക്കെ എല്ലാവർക്കും സെർവ് ചെയ്യാനാണ്. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വിളമ്പിക്കൊക്കെ കൊടുക്കാനായിട്ട്. അങ്ങനെ ആളെ ഞങ്ങൾ പിടിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുത്തുന്ന സീനാണിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യയൊക്കെ ദേ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ആളുടെ കോസ്റ്റ്യൂമിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാലോ എന്ന് വിഷ്ണുവേട്ടൻ പറഞ്ഞത്. പിറന്നാളാണ്, ഒപ്പം പിള്ളേരോണം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ ഇതല്ലേ അതിൻ്റെ ഒരു ശരി. അങ്ങനെ ഞങ്ങൾ മുണ്ടൊക്കെ ഉടുപ്പിച്ച് ധ്രുവിക്കുട്ടനെ നല്ല സുന്ദരക്കുട്ടപ്പനാക്കി സദ്യ കഴിക്കാൻ വേണ്ടി ഇരുത്തി. അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് സദ്യ കഴിക്കാനായിട്ട് അച്ഛനും ഓഫീസിൽ നിന്ന് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. ധ്രുവി അവിടെ ബീറ്റ്റൂട്ട് പച്ചടിയാണ്. ആ കളർ കണ്ടിട്ടാവാം ആൾ അത് മാത്രമാണ് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നത്. അവസാനം സദ്യക്ക് പായസം കൂടെ വിളമ്പി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നും കഴിക്കില്ല എന്ന അവസ്ഥയിൽ അച്ഛനെയും കൂടെ കഴിപ്പിക്കാതെ അച്ഛൻ്റെ മടിയിലാണ് ആൾ കയറിയിരിക്കുന്നത്. സദ്യക്ക് കറികളൊക്കെ കൂടിപ്പോയത് ഇഷ്ടമാവാഞ്ഞിട്ടാണ് എന്തോ ആൾ ഇവിടെ കാണിക്കുന്ന കാട്ടായി നോക്കിക്കേ. ഈ കുസൃതിക്കാരൻ ഇതേപോലെയൊക്കെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അല്ലാതെ നമ്മൾ എത്രയൊക്കെ പുറകെ നടന്നാലും ഒരു തുള്ളി പോലും കഴിക്കില്ല. ഇതിപ്പോൾ കളിക്കുന്നതിനോടൊപ്പം എന്തെങ്കിലും ഇച്ചിരി വയറ്റിലോട്ട് ചെന്നാൽ അത്രേ ആവുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ ഈ കുസൃതിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെങ്ങനെയെങ്കിലും ഒരിത്തിരി ഉള്ളിലേക്ക് ആക്കിക്കഴിഞ്ഞാൽ അത്രയും സമാധാനമാണ് അമ്മമാർക്ക്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ആരും വഴക്ക് പറയാറില്ല. അവസാനം കഴിക്കലും കളികളും ഒരുമിച്ചായപ്പോഴത്തേക്ക് ആ സൈഡിലിരുന്ന ചിപ്സിൻ്റെ പാക്കറ്റ് മൊത്തം ആ ചോറിലിട്ട് മിക്സ് ചെയ്ത് മൊത്തം കൊളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെറുക്കൻ. അങ്ങനെ സദ്യയും ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. കുറേ നാളായിരുന്നു ഒരു സിനിമ കണ്ടിട്ട്. അപ്പോൾ
അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് പോകാമെന്ന് വിചാരിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളങ്ങ് എണീറ്റ് നല്ല ബഹളമായി. ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് പോയത്. ഇൻ കേസ് അവൻ ബഹളം ഉണ്ടാക്കുകയാണെങ്കിൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാം എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ ആൾ ഫുള്ള് ഇരുന്ന് കണ്ട് കേട്ടോ മൂവി. ഗോസ്റ്റിൻ്റെ മൂവി ആയിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ കണ്ണൊക്കെ പൊത്തി പിന്നെ തമാശയൊക്കെ പറഞ്ഞിട്ടാണ് അവനവിടെ ഇരുത്തിയത്. പ്രൊജക്ടറിൽ നമ്മൾ സ്ഥിരം ഇവിടെ മൂവീസൊക്കെ കാണുന്നതാണ് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കങ്ങനെ പേടിയൊന്നും തോന്നിയില്ല. തിയേറ്ററിലെ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിരുന്നപ്പോൾ. ഇതായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു പിറന്നാൾ സെലിബ്രേഷൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ ബൈ.